ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് ടീച്ചേഴ്സിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് വെർച്വൽ ബ്ലാക്ക് ബോർഡ് എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാണ്. ഇതാണ് വെർച്വൽ ബ്ലാക്ക് ബോർഡിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇത് ഓൺലൈനിലായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇൻ്റർനെറ്റ് ഉള്ള സമയത്ത് മാത്രമേ ഈ വെർച്വൽ ബ്ലാക്ക് ബോർഡ് വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്ത് ഓഫ്ലൈൻ മോഡിൽ ഇത് വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടാം. ഒരു ന്യൂ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്, വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് സെറ്റിങ്സ് കാണാം, പിന്നെ നമ്മളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണാം, പിന്നെ ഇവിടെ കാസ്റ്റിംഗ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്, ഇവിടെ സ്ലൈഡ് ഷോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെറ്റിങ്സ് ആണ് നോക്കുന്നത്. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് നമ്മളുടെ സബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 2 സബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുതിയ സബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് സബ്ജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്കിവിടെ ഒരു സബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഡൺ ക്ലിക്ക് ചെയ്യാം, ദെൻ ഓക്കെ കൊടുക്കുക. അതിനുശേഷം അതിൽ നമ്മൾ ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ചൂസ് ചെയ്തു. അതിനുശേഷം അതിലത്തെ ചാപ്റ്റർ, ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ നെയിം നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ സെറ്റിങ്സിൽ ചെയ്യാനുള്ളത്. അതിനുശേഷം ബാക്കിലേക്ക് പോവാം. ഇനി നമ്മൾക്ക് ഒരു എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാം. ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ നമ്മളുടെ സബ്ജക്ട്സ് കാണാം. ഞാൻ എക്സാമ്പിളായിട്ട് കമ്പ്യൂട്ടറാണ് എടുക്കുന്നത്. അതിലത്തെ ചാപ്റ്റർ, ഒരു ചാപ്റ്റർ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ തന്നെ കാണിച്ചു എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇൻപുട്ട് ഡിവൈസസ് എന്നുള്ളത് എടുത്തു. അതിന് കഴിഞ്ഞിട്ട് ടോപ്പിക്ക് നമ്മളിവിടെ നമുക്ക് കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഒരു ടോപ്പിക്ക് ഞാനവിടെ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മളിവിടെ എടുക്കുകയാണ്. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത്, ഇതാണ് അതിൻ്റെ വെർച്വൽ ബ്ലാക്ക് ബോർഡ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ബ്ലാക്ക് ബോർഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളെ വോയിസും അതിനൊപ്പം തന്നെ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതൊരു ലൈവായിട്ട് നമുക്കിത് റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്കിതിനെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുൾ സ്ക്രീൻ ആക്കാനുള്ളൊരു മോഡാണുള്ളത്. പിന്നെ വീണ്ടും അത് ബാക്ക് ടു ദ സ്ക്രീനിലേക്ക് വരാനുള്ള ഒരു ഐക്കണാണ്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രീൻ കാണാം, ഗ്രാഫ് കാണാം, ദെൻ ബോക്സസ് ഉള്ള ഇത് കാണാൻ പറ്റും, പിന്നെ 4 ലൈൻ കാണാം, ദെൻ 2 ലൈൻ കാണാം, ദെൻ 2 ലൈനും ബ്ലാങ്ക് സ്പേസും കാണാൻ പറ്റും, പിന്നെ വൈറ്റ് ബോർഡ്, ഡിഫറെൻറ്റ് കളേഴ്സുള്ള ബോർഡുകൾ കാണിക്കാൻ പറ്റും. ഇനി നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 ലൈനാണ് ടീച്ചർ പഠിപ്പിക്കുന്നതെങ്കിൽ ടീച്ചർക്ക് 4 ലൈൻ എടുത്തിട്ട് ഇവിടെ പെൻ ചൂസ് ചെയ്യാം. പെന്നിൻ്റെ ഡിഫറെൻറ്റ് സൈസസ് ഉണ്ട്. ഏത് പെന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം. അതിനുശേഷം കളർ ചൂസ് ചെയ്യാം. പെന്നിൻ്റെ കളർ നമുക്ക് ചൂസ് ചെയ്യാം, ടിക്കിടാം. ഓക്കെ, ഇനി ടീച്ചർക്ക് ഇവിടെ എഴുതി കൊടുക്കാൻ പറ്റും. കുട്ടികൾക്ക് 4 ലൈൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കതൊന്ന് ചൂസ് ചെയ്തിട്ട് ഏത് കളറാണോ നമുക്ക് വേണ്ടത് അത് ചൂസ് ചെയ്ത് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആയി വരും. ഓക്കെ, നമുക്ക് ഈ ഒരു 4 ലൈൻ 2 ലൈൻ ഗ്രാഫ് അതിലൊന്നും പറ്റില്ല. ബ്ലാങ്ക് സ്പേസിൽ മാത്രമേ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇതുപോലെ നമുക്ക് പെൻ ടൂൾ എടുത്തിട്ട് നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ ക്യാമറയുടെ ഓപ്ഷനാണ്. ക്യാമറയുടെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ക്യാമറ ഓപ്പൺ ആവും. അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും.
ഓക്കെ, അത് കൂടാതെ ഇപ്പോൾ ക്യാമറയുടെ ഓപ്ഷൻ വന്നു. നമുക്കൊരു പിക്ചർ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് ഫോട്ടോ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു ഓപ്ഷനാണ്, പിന്നെ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഗാലറി ഓപ്പൺ ഫോൾഡർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഗാലറിയിൽ പോയിട്ട് ഇമേജസ് ചൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കുറച്ച് ഇമേജസ് നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജ് നമ്മളുടെ ഈ സ്ക്രീനിലോട്ട് വരും. ഓക്കെ, ഇന്ന് നമുക്ക് അത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എഴുതി കൊടുക്കാനും ഒക്കെ സാധിക്കും. നമ്മൾക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അതാണ് ഇതിൻ്റെ അടുത്തൊരു ഓപ്ഷൻ. പിന്നെ സ്ലൈഡ് എന്നുള്ളൊരു ഓപ്ഷൻസാണുള്ളത്. നമുക്കിവിടെ കാണാം. ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലൈഡുകളാണിത്. 2 സ്ലൈഡ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് സ്ലൈഡ് നമ്മൾ ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പിക്ചർ വരും. നമുക്ക് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി കൊടുക്കാൻ പറ്റും. ലൈവായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു മാർക്കിട്ട് നമുക്ക് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചറും ഓപ്പണായി വരും. നമുക്കിതുപോലെ എന്താണ് കുട്ടികൾക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് അതൊക്കെ നമുക്ക് എഴുതി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് സ്ലൈഡിൻ്റെ ഒരു ഉപയോഗം. ഇനി നമുക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യാം. ബ്ലാങ്ക് സ്ക്രീനിലേക്ക് പോകണമെങ്കിൽ ബ്ലാങ്ക് സ്ക്രീൻ പോവാം. സ്ലൈഡുകളായിട്ട് നമ്മൾ ക്ലാസ് എടുക്കേണ്ടത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് 1 by 1 ആയിട്ട് മൂവ് ചെയ്തിട്ട് കുട്ടികളെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് ഓൾറെഡി സേവ്ഡ് ആയതുകൊണ്ട് നമുക്ക് വീണ്ടും റിപ്പീറ്റഡ് ക്ലാസ് വരുമ്പോൾ ഇത് ജസ്റ്റ് അവർക്ക് ഷോ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ മാത്സൊക്കെ എടുക്കാനാണെങ്കിൽ ഗ്രാഫ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്കതിൽ വരച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക്. നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്കതൊക്കെ അവർക്കൊന്ന് വരച്ച് കാണിച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. ഇതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് സ്ലൈഡുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ബാക്കിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് സ്ലൈഡ് എന്നുള്ളത്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏത് ചാപ്റ്ററാണ് ഏത് സബ്ജക്റ്റാണെന്നൊക്കെ ചോദിക്കും. ഞാനിപ്പോൾ എക്സാമ്പിൾ കമ്പ്യൂട്ടർ ചൂസ് ചെയ്യാണ്. ഏത് ടോപ്പിക്കാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഏത് ടോപ്പിക്കാണ് അതൊക്കെ ഓൾറെഡി നമ്മൾ മുൻപേ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അത് നമ്മൾ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആഡ് ഇമേജ് സ്ലൈഡ്സ് 2 ഓപ്ഷനുണ്ട്. ക്യാമറയും ഉണ്ട്, ഫോൾഡറും ഉണ്ട്. ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് നമ്മൾ ഫോട്ടോ എടുക്കണം. അടുത്തതാണ് ഓപ്പൺ ഫോൾഡർ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലത്തെ ഗാലറി ഓപ്പൺ ആവും. നമുക്കതിൽ നിന്ന് നമുക്കിഷ്ടപ്പെട്ട ഇമേജസ് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജസിനെ നമ്മൾക്ക് ചൂസ് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ സ്ലൈഡ് 3ൽ ഒരെണ്ണം ഇമേജ് വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇമേജ് നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അടുത്ത ഇമേജ് ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇമേജസ് സെലക്ട് ചെയ്തത് കണ്ടില്ലേ. ഇനി നെക്സ്റ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡിഫറെൻറ്റ് 4 ഇമേജസായി ഞാനിപ്പോൾ എൻ്റെ സ്ലൈഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ സ്ലൈഡ്സ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. വീണ്ടും ഞാൻ ന്യൂ എടുക്കുകയാണ്, സ്ലൈഡിലേക്ക് പോവാണ്. ഓക്കെ, വീണ്ടും കണ്ടില്ലേ അവിടെ നേരത്തെ ചെയ്തത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി കിടക്കുന്നുണ്ടാവും. വീണ്ടും 1 2 3 തൊട്ട് കൗണ്ടിങ് തുടങ്ങി. ഓക്കെ, നമ്മൾ പുതിയൊരു ഫയലിലാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് നോക്കാം സ്ലൈഡ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. സ്ലൈഡ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. സ്ലൈഡ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്കിവിടെ 4 സ്ലൈഡ് കാണാം. ഞാനിപ്പോൾ 2 സ്ലൈഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൽ അറ്റാച്ച് ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ സ്ലൈഡ്സ് ആയിട്ട് വരും. നിങ്ങൾക്കതിൽ എഡിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ എന്താ നിങ്ങൾക്ക്
കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ എഡിറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും കുട്ടികളെ. ഇനി ഒരു ഓപ്ഷനും കൂടെ കാണിക്കാം. വീണ്ടും ഞാൻ ബാക്കിലേക്ക് മൂവ് ചെയ്യാണ്. ഞാനിവിടെ സ്ലൈഡ് 5 എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലൈഡ് ആഡ് ചെയ്തു. നമ്മളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. ആ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്കെയില്, പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നെസ് അതൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ചെറിയൊരു എഡിറ്റിങ്ങിനുള്ളൊരു ഫീച്ചർ ഇവർ തരുന്നുണ്ട്. ഓക്കെ, കോൺട്രാസ്റ്റ് കൂട്ടാൻ പറ്റും, സാച്ചുറേഷൻ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഷാർപ്നെസ് കൂട്ടാനും കുറയ്ക്കാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആവും. പിന്നെ അടുത്ത സ്ലൈഡ് എടുക്കാം. ഇതുപോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കാം നമുക്ക്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ 2 വീഡിയോസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി അതെവിടെയാണ് വ്യൂ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളും ഇവിടെ എടുക്കുന്നുണ്ടാവും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇത് ലൈവായിട്ട് നമുക്ക് കുട്ടികളെ വീണ്ടും ഷോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മീറ്റാണോ സൂം ആണെങ്കിലും സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വോയിസും ക്ലാസ്സും ഓൾറെഡി അവിടെ സേവ്ഡാണ്. നമുക്ക് അവരെ ഷോ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ലൈവായിട്ട് തന്നെ നമ്മൾ ലൈവായി ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ കുട്ടികൾക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാൻ കാണിക്കാം. ഇത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പ്ലേ ആവും. ഓക്കെ, പ്ലേൻ്റെ എഡിറ്റ് ഓപ്ഷനുണ്ട്, പ്ലേ ഓപ്ഷനുണ്ട്. പ്ലേ ചെയ്യാം. ഓക്കെ, നമ്മളുടെ വോയിസും ഇവിടെ റെക്കോർഡാവും. നമുക്ക് ഫോർവേഡ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യാൻ, പ്ലേ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഫുൾ സ്ക്രീനാക്കി നമുക്ക് പ്ലേ ചെയ്യാനും പറ്റും. പിന്നെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനോ ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്കത് സേവ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇനി നമുക്കിത് എത്ര സമയം വേണമെങ്കിലും ഈ ക്ലാസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാനൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ 19th ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസാണ് ഇതെല്ലാതും. നമുക്ക് 16th ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു, അത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കണ്ടില്ലേ നിങ്ങൾ, 5 hours വരെ നമുക്ക് 5 hours അല്ല, എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ വീഡിയോനെ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ട് കുട്ടികളെ ഇതുപോലെ കാണിക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്കിതിൽ കാസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ടി വിയിലേക്കൊക്കെ ഇത് നമുക്ക് ഷോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സെറ്റിങ്സിലാണ് നമ്മൾ സബ്ജക്റ്റും ചാപ്റ്ററും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ടീച്ചേഴ്സിനൊക്കെ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാം. നമുക്ക് വീണ്ടും ഈ ക്ലാസ് റിവൈസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് പ്ലേ ചെയ്ത് കൊടുത്താൽ മതിയാവും. കുട്ടികൾക്കപ്പോൾ നമുക്കതൊരു റിപ്പീറ്റഡ് വർക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.